ജോസേട്ടാ, ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടി. ഇപ്പം ഈ കാണുന്നത് സയനൈഡ് മിക്സ് ചെയ്യുന്ന ടാങ്കാണ്. സയനൈഡ് മിക്സ് ചെയ്ത ടാങ്കിൽ നിന്ന് ഈ 2 ടാങ്കിലോട്ടും നമ്മൾ ഈ കിടക്കുന്ന മണ്ണുകളുണ്ടല്ലോ, ഈ മണ്ണ് നിറച്ചിട്ട് ഈ 24 മണിക്കൂർ വെള്ളം കൊടുക്കും. നമ്മളുടെ സോഡിയം സയനൈഡും കോസ്റ്റിക്കും ചേർത്തിട്ട്. ഇത് 50 ടണ്ണിൻ്റെ ടാങ്ക്. അതേമാതിരി 1, 2, 3, 4, 6 ടാങ്കാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ അത് 25,000 അല്ല 25 ടണ്ണിൻ്റെയാണ്. അപ്പോൾ 200 ടണ്ണ് നമുക്ക് അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ 5 ദിവസം കൊണ്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഈ വെള്ളം 24 മണിക്കൂർ കഴിയുമ്പോൾ അതിൽ നിന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഇത് ക്ലാരിഫയർ എന്ന് പറയും. ഇത് 50,000 ലിറ്റർ കൊള്ളണ ഒരു ടാങ്കാണ് അടിയിലോട്ട്. ഈ ടാങ്കിൽ നിന്ന് ഈ പൊളിഞ്ഞ് കിടക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിപ്പോൾ ഈ 2 ദിവസം മുന്നുണ്ടായ കാറ്റിന് ഷീറ്റ് പറന്ന് പോയതാണ്. ഇതിൻ്റെ ഉള്ളിൽ കാർബൺ കോളുണ്ട്. കാർബൺ വലിയ കോളം 1 ടണ്ണിൻ്റെ 1000 കിലോ. അത് അതിലോട്ട് കയറ്റി കാർബൺ ഈ ഗോൾഡിനെ ക്യാച്ച് ചെയ്ത് റീസൈക്ലിംഗ് ടാങ്കിൽ വന്ന് ആ റീസൈക്ലിംഗ് ടാങ്കിൽ നിന്ന് ഇതിലോട്ട് രണ്ടാമത് വരും ഈ മിക്സിങ് ടാങ്കിലോട്ട്. ഇതൊരു സർക്കിളാണ്. ഇത് നമ്മൾ മില്ലിങ്ങിന് ശേഷം വരുന്ന മണ്ണാണ്. മില്ലിങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അത് ആ മെഷീൻ്റെ ഷീറ്റ് മുകളിൽ വലിയ ഷീറ്റ് ഉണ്ടായിരുന്നു. അത് ഈ കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് കംപ്ലീറ്റ് റിമൂവ് ചെയ്തപ്പോൾ രണ്ടാമത് ഷെഡ് വർക്ക് നടക്കുക. അവിടെ നിന്ന് മില്ല് ചെയ്യണത് ഈ ഡമ്പിലോട്ട് വരും. കണ്ടോ, ഇതിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒരു മല പോലെയാവും. ഇതിപ്പോൾ റിമൂവ് ചെയ്താണ്. ഈ മണ്ണാണ് നമ്മൾ ഈ സയനൈഡിങ് ടാങ്കിലോട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇത് നമ്മളുടെ ഓഫീസ്. പിന്നെ അപ്പുറത്തെ ടോയ്ലറ്റ്, കസ്റ്റമേഴ്സിന് താമസിക്കാനുള്ള സ്ഥലങ്ങൾ, അതെല്ലാം ഉണ്ട് ഇതിൽ. വലിയൊരു ഏരിയയാണിത്. ഈ മലയുടെ മുകളിൽ അതെൻ്റെ പഴയ കമ്പനി ആദ്യത്തെ. അത് നമ്മൾ ഈ ജനുവരി മുതൽ രണ്ടാമത് എടുത്ത് നടത്താനുള്ള പരിപാടി ഞാൻ പറഞ്ഞില്ല.